ക്ഷമ നമുക്ക് ശബരിമലയെക്കുറിച്ച് സംസാരിക്കാം. സ്വാമി ശരണം. ശബരിമലയിൽ വലിയ തീപിടുത്തമുണ്ടായത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർക്കണമെന്നില്ല, നമ്മൾ അറിഞ്ഞിട്ടുള്ള സംഭവമാണ്. നമുക്ക് പിന്നീട് നമ്മൾ 1950 സംഭവിക്കുന്നത്. ആ തീപിടുത്തത്തിന് ശേഷമാണ് പിന്നീട് ക്ഷേത്രം പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് കാണുന്ന ക്ഷേത്രം അതിനുശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഒരു ചർച്ച നടക്കുന്നു. അതായത് ഈ കരിമ്പനാൽ കുടുംബത്തിൽ ഇരട്ട കൊലപാതകം സ്വത്തിനു വേണ്ടി നടന്നു. അതിൻ്റെ വിധി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ ഈ ശബരിമല തീപിടുത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമായിരിക്കുന്നു. ഈ കുടുംബത്തിന് നടന്ന സംഭവങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഈ കുടുംബം അതുമായി കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വരുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് പിന്നെ അന്നത്തെ DIG ഈ കേസ് അന്വേഷിച്ചത് K കേശവമേനോൻ എന്ന് പറയുന്ന അന്നത്തെ DIG ആണ്. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിലുണ്ട്. ആ സെക്രട്ടേറിയറ്റിലെ റിപ്പോർട്ടിൽ അന്നേ ദിവസം ഈ പറയുന്ന കാലഘട്ടത്തിൽ അവിടെ സ്ഥലത്തുണ്ടായിരുന്ന കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ട്. അത് കരിമ്പനാലിൽ കൊച്ചുകുഞ്ഞ് മുതലാളി, ഞലമറ്റത്ത് കുട്ടിച്ചൻ, പൊട്ടംകുളം തോമസ്, വടക്കേപ്പറമ്പിൽ തൊമ്മൻ, പൊടിമറ്റത്ത് വർഗീസ്, കരിമ്പനാൽ തോട്ടം റൈറ്റർ ഔസേപ്പ്, പൊടിമറ്റത്ത് വർഗീസ് ഞാൻ ഒരു തവണ പറഞ്ഞു, പിന്നെ കരിപ്പാറപ്പറമ്പിൽ ദേവസ്യ, ഇങ്ങനെ ഇത്രയും പേരുടെ പേരുകൾ ഈ കേശവമേനോൻ്റെ K കേശവമേനോൻ അന്നത്തെ DIG ആയിട്ടുള്ള ഈ സംഭവം അന്വേഷിച്ച ഏകാംഗ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവർക്കാർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് നൽകാൻ തനിക്ക് നിർവാഹമില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേ ദിവസം ഈ പറയുന്ന കരിമ്പനാലിലെ പ്രധാനപ്പെട്ട ആളും കുറച്ച് നായാട്ടുകാരും ഈ പരിസരത്തുണ്ടായിരുന്നെന്നും അവർക്ക് ലക്ഷ്യം നായാട്ടായിരുന്നില്ല എന്നുമാണ് ഇത് സെക്രട്ടറി ഇരിക്കുന്ന റിപ്പോർട്ടാണ്. പക്ഷേ ഈ റിപ്പോർട്ട് അംഗീകരിക്കപ്പെട്ടില്ല. പകരം അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ട് അന്നത്തെ CA ആയിട്ടുള്ള മിന്നൽ പരമശിവൻ നായർ, ക്രൈംബ്രാഞ്ച് SI ആണ്. അദ്ദേഹം 2013 മരണപ്പെട്ടു പോയി. പരമശിവൻ നായർ, മിന്നൽ പരമശിവൻ നായർ പേര് കേട്ട ആളാണ്. അന്നൊക്കെ ഇടിയൻ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ SIക്കും CIക്കും ഒക്കെ ഒരു പേരിട്ട് കൊടുക്കും, കടുവ എന്നൊക്കെ പറഞ്ഞത്. ശരിയാ. അപ്പോൾ അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ് ഇതിൽ അംഗീകരിക്കപ്പെട്ടത്. ഇതുണ്ടാവുന്നത് 1950 മെയ് 20-നും 25-നും ഇടയിലാണ്. അപ്പോൾ മെയ് 20-നും 25-നുമാണ് എന്ന് പറയാൻ സാധ്യത 25-ന് ശേഷം അവിടെ ശക്തമായ മഴയായിരുന്നു എന്ന് മലം മണ്ഡാരം വിഭാഗത്തിൽപ്പെട്ട നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു വനവാസി, ഈ ശബരിമല വനത്തിനുള്ളിൽ താമസിച്ചിരുന്ന വനവാസി മൊഴി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് 20-ാം തീയതിയാണ് നട അടച്ചിരിക്കുന്നത്. അപ്പോൾ 20-നും 25-നും ഇടയിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. കാര്യം 25-ന് ശേഷം മഴയായിരുന്നല്ലോ. അത് വെച്ചിട്ടാണ് ഈ അന്വേഷണ സംഘം അന്നായിരിക്കാം ഇത് നടന്നത് എന്ന് കേശവമേനോനും പിന്നീട് വന്ന ക്രൈംബ്രാഞ്ചും വിലയിരുത്തിയത്. അപ്പോൾ ക്ഷേത്രം എങ്ങനെ തീ വെച്ചു? ക്ഷേത്രത്തിന് തീ വെച്ചത് മാത്രമല്ല, ശ്രീകോവിൽ ഇടിച്ച് തകർത്തുമാണ്. ശ്രീകോവിൽ കോടാലി ഉപയോഗിച്ച് 16 വെട്ടുകൾ ശ്രീകോവിലുണ്ടായിരുന്നു. ശ്രീകോവിലിൻ്റെ ഈ അകത്ത് അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ഇടതുഭാഗം തകർത്തിരുന്നു. അതും കോടാലി ഉപയോഗിച്ച് തകർത്തിരിക്കുകയാണ്. അവിടെ സ്വർണവും വെള്ളിയും തീർത്ത പാത്രങ്ങൾ ശ്രീകോവിലിൽ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റോർ റൂമിലും ഉണ്ടായിരുന്നു. സ്റ്റോർ റൂമും തകർത്തു. അപ്പം പക്ഷേ ഇതൊന്നും മോഷ്ടിക്കപ്പെട്ടില്ല, ഒന്നും കൊണ്ടുപോയില്ല. അപ്പം വന്ന അവരുടെ ഉദ്ദേശം മോഷണമായിരുന്നില്ല. ഇതാണ് കേശവമേനോൻ്റെ K കേശവമേനോൻ. അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രി എന്ന് പറയുന്ന TK നാരായണപിള്ളയാണ് ഇതിന് അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. അപ്പോൾ ഇത്രയും തകർന്ന ശേഷം മിഥുനമാസ പൂജയ്ക്ക് ക്ഷേത്രം തുറക്കുന്നു. ജൂലൈ 14-ാം തീയതി 1950 ജൂൺ 14-ാം തീയതി ഇത് മിഥുനമാസ പൂജയ്ക്ക് വേണ്ടി തുറക്കുമ്പോൾ ശാന്തിക്കാരനാണ് ഇത് കാണുന്നത്. തുടർന്ന് ജൂൺ 16-ാം തീയതി കൊല്ലത്ത് ഇവർ പരാതി നൽകി, ദേവസ്വം പരാതി നൽകുന്നു. അപ്പോൾ കൊല്ലത്ത് പരാതി നൽകിയപ്പോൾ കൊല്ലം IG ഓഫീസിൽ പരാതി നൽകുന്നു. പിന്നാലെ കൊല്ലം ജില്ലാ സൂപ്രണ്ട് സ്ഥലം സന്ദർശിക്കുന്നു. അതിനുശേഷമാണ് TK നാരായണപിള്ളയുടെ നിർദ്ദേശപ്രകാരം DIG K കേശവമേനോൻ ഈ കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഒട്ടും
പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പറഞ്ഞത് ഇത് മനഃപൂർവ്വം തീവച്ചതാണ്, ക്ഷേത്രം തകർക്കാനുള്ള ഉദ്ദേശമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഈ കെ കേശവന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ കരിമ്പനാൽ കുടുംബത്തിന്റെ കരിമ്പനാലിലെ ഇരട്ട കൊലപാതകവും തുടർന്ന് അവിടുത്തെ ഈ പറയുന്ന മൂത്ത മകന്റെ ഇപ്പോഴത്തെ ഇരട്ട ജീവപര്യന്തവും ആ കുടുംബത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയും ഒക്കെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവർക്കെതിരെ തെളിവില്ലെന്നാണ് കേശവമേനോൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അത് അംഗീകരിക്കപ്പെട്ട റിപ്പോർട്ടുമല്ല. അതുകൊണ്ട് ഈ സംഭവത്തെ നമ്മൾ കേശവമേനോൻ്റെ റിപ്പോർട്ട് അവിടെ ഉണ്ട്, പക്ഷെ അതിൽ ഈ പറയുന്ന തെളിവുകളില്ല. തെളിവുകളില്ലാത്തൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ കേശവമേനോന് ശേഷമാണ് അവിടെ ക്രൈംബ്രാഞ്ചിലെ അന്വേഷിപ്പിക്കുന്നത്. അവിടെയാണ് മിന്നൽ പരമശിവൻ നായർ, ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥൻ, അവരടങ്ങുന്ന 3 അംഗ സംഘം പമ്പയിലേക്ക് എത്തുന്നത്. പമ്പയിലേക്ക് എത്തുമ്പോൾ ഇവർ കാണുന്ന ഒരു കാഴ്ച, അവിടെ 3 ചെറുപ്പക്കാർ, അവിടെ റിപ്പോർട്ടാണ്, ഇത് സെക്രട്ടറി ഇരിക്കുന്ന റിപ്പോർട്ടാണ്, അവിടെ 3 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ മീൻ പിടിക്കുകയാണ് പമ്പയിൽ നിന്ന്. അന്നത്തെ കാലഘട്ടമാണ്. അപ്പോൾ ഇവര് നമ്മൾ വിചാരിക്കുന്ന പോലൊരു കാലമല്ല, ആ സമയം കാലമല്ല, 1950 എന്ന് പറയുന്നത് 75 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവർ 3 പേര് നിന്ന് മീൻ പിടിക്കുകയാണ്. അപ്പോൾ ഇവരുടെ സംഭാഷണം ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായിട്ടുള്ള ഈ 3 പേര്, ഈ മിന്നൽ പരമശിവൻ നായരും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥരും ശ്രദ്ധിച്ചു. അവരൊരാളെ തല്ലിയ കഥയാണ് പറയുന്നത്. ഒരാളെ അവർ തല്ലി പദം വരുത്തി. അയാൾ ചത്തുപോയിട്ടുണ്ടോ എന്നുള്ള ആശങ്കയാണ് ചെറുപ്പക്കാർക്ക് ഉള്ളത്. അപ്പോൾ ഈ ചെറുപ്പക്കാർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഈ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. തല്ലിയ ആൾ ഒരു സ്വാമിയാണ്. സ്വാമി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാമി പമ്പയിൽ നിന്ന് മീൻ പിടിച്ച് ചുട്ടു തിന്നു. ഇതാണ് വിഷയം, തല്ലാനുള്ള കാരണം. സ്വാമിയായ നീ എന്തിനാണ് മീൻ പിടിച്ച് ചുട്ടു തിന്നത് എന്നാണ് ചെറുപ്പക്കാരിൽ ഒരാൾ ചോദിച്ചു. സ്വാമിയെ ഈ ചെറുപ്പക്കാർ കയറി മർദ്ദിച്ചു. പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാർക്ക്, ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ ചെറുപ്പക്കാർക്ക് പശ്ചാത്താപമാണ്. അങ്ങനെ എടുത്തിട്ട് അടിക്കണ്ടായിരുന്നു, ആൾ ചത്തുപോയിട്ടുണ്ടാവും, ഓടിപ്പോയത് കണ്ടായിരുന്നു, പക്ഷേ വീണിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഇവർ തമ്മിൽ പറയുന്നത്. അങ്ങനെ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച്, ഈ സ്വാമി ആരാണ് എന്നുള്ള സംബന്ധിച്ചുള്ള ഇവർ അടുത്തുകൂടി, ഈ ചെറുപ്പക്കാരുടെ അടുത്തുകൂടിയപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലായപ്പോൾ ചെറുപ്പക്കാർ ഭയന്ന് കഥ പറയാൻ തയ്യാറായി. അതായത് ഒരു സ്വാമി, ഞങ്ങളിവിടെ മീൻ പിടിക്കാൻ വന്നപ്പോൾ ഒരു സ്വാമി മീൻ പിടിച്ചു, അയാളത് ചുട്ടു തിന്നപ്പോൾ സ്വാമി എങ്ങനെയാണ് മത്സ്യം ഭക്ഷിക്കുന്നത് എന്ന് ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അയാൾ രക്ഷപ്പെടാൻ നോക്കി. അപ്പോൾ ഞങ്ങൾ 2 അടി കൊടുത്തു. ഇതാണ് കഥ. തുടർന്ന് സ്വാമിയെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് ആരംഭിച്ചപ്പോൾ അപ്പോഴാണ് ക്രൈംബ്രാഞ്ചിന് ശാന്തിക്കാരുമായിട്ടുള്ള മൊഴിയൊക്കെ എടുത്തപ്പോൾ, ഇത് റിപ്പോർട്ടാണ്, ശാന്തിക്കാരുടെ മൊഴി എടുത്തപ്പോൾ ശാന്തിക്കാർ പറഞ്ഞു, ഇവിടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു വലിയ മരമുണ്ട്. ഈ മരത്തിൻ്റെ അകം പൊള്ളയാണ്. ഈ പൊള്ളയായി കിടക്കുന്ന ഈ മരത്തിന് ക്ഷേത്രത്തിൻ്റെ അതായത് സന്നിധാനത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതിനകത്തൊരു സ്വാമി താമസിക്കുന്നുണ്ട്. ഇയാളെ ഞങ്ങൾ വിളിക്കുന്ന കോടാലി സ്വാമി എന്നാണ്. കോടാലി സ്വാമി എന്ന് വിളിക്കാനുള്ള കാരണം, ഇയാൾ എപ്പോഴും, ഈ സ്വാമി എപ്പോഴും ഒരു കോടാലി കൊണ്ട് നടക്കും. അപ്പോൾ കോടാലി കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് കോടാലി സ്വാമി എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അങ്ങനെ ഇവർ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ഇദ്ദേഹം വെച്ചൂർ സ്വദേശിയാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി വെച്ചൂർ ചെന്നപ്പോൾ വെച്ചൂർ സഹോദരിക്ക് ഇയാൾ കത്തെഴുതുന്നുണ്ട്. ഈ എല്ലാ പ്രാവശ്യവും ഇയാൾ അങ്ങോട്ടും കത്തെഴുതുന്നുണ്ട്, സഹോദരി ഇങ്ങോട്ടും കത്തെഴുതുന്നുണ്ട്. അങ്ങനെ സഹോദരിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഒരു ടെലഗ്രാം അവിടേക്ക് അയച്ചു, ഈ അഡ്രസ്സിലേക്ക് അയച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇയാളെ പിടികൂടാൻ, റിപ്പോർട്ടിൽ ഇവർ പറയുന്ന കഥയാണ്, കേശവമേനോൻ പറഞ്ഞ വേറെ കഥയാണ്. ഇവർ പോയി കാത്തു നിന്നു, ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നപ്പോൾ ഇയാൾ വന്ന് ഇറങ്ങി, സ്വാമി ഒന്ന് ഇറങ്ങി, കോടാലി സ്വാമി ഒന്ന് ഇറങ്ങി. ക്രൈംബ്രാഞ്ച് ഇയാളെ പിടികൂടി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഈ ചെറുപ്പക്കാർ തന്നെ തല്ലി. ഈ ചെറുപ്പക്കാരെ കാണുമ്പോൾ ചെറുപ്പക്കാരെ തല്ലിയത് കുറേ ദിവസം മുമ്പാണ്. അതിനുശേഷമാണ് ചെറുപ്പക്കാർ വീണ്ടും മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇത് ഇവർ പറഞ്ഞിരിക്കുന്ന കഥയാണ്, എനിക്ക് ഈ കഥയെ അറിയുള്ളൂ. അപ്പോൾ ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിയോട് ചോദിച്ചപ്പോൾ സ്വാമി പറഞ്ഞു, ഈ ചെറുപ്പക്കാർ എന്നെ എടുത്തിട്ട് അടിച്ചു. അപ്പോൾ ഞാൻ അയ്യപ്പ എന്ന് ഉറക്കെ വിളിച്ചു. പക്ഷേ അയ്യപ്പൻ എന്നെ
രക്ഷിച്ചില്ല. ആ ദേഷ്യത്തിന് ഞാൻ പമ്പയിൽ നിന്ന് സന്നിധാനത്ത് പോയി. സന്നിധാനത്ത് എൻ്റെ കോടാലി കൊണ്ട് വെട്ടുകയും പിന്നെ സന്നിധാനം കത്തിക്കുകയും ചെയ്തു. അയ്യപ്പൻ്റെ വിഗ്രഹവും ഞാൻ തകർത്തിയാണ്, ഞാനാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സാമുദായിക സംഘർഷം വരണ്ട എന്ന ഉദ്ദേശത്തോടു കൂടി ഈ വലിയ പ്രശ്നമായി ഇരിക്കുകയാണിത്. അപ്പോൾ അത് അറിയാലോ, ഇത് കത്തിയ സമയത്ത് പിന്നെ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഏതാ, ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്നുള്ള പഴയ ഡയലോഗുകളൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ അയ്യപ്പ എന്ന് വിളിച്ചിട്ട് എന്നെ രക്ഷിക്കാത്തത് കൊണ്ട് ഞാൻ ആ ദേഷ്യത്തിന് പോയി ക്ഷേത്രം തകർത്തിയാണ്. എന്നാൽ ഇത് സമുദായ സ്പർദ്ധയൊന്നും ഉണ്ടാകണ്ട എന്നുള്ള ധാരണയിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് ടിക്കറ്റ് എടുത്തു കൊടുത്ത് പാസ്പോർട്ടും എടുത്തു കൊടുത്ത് വിദേശത്തേക്ക് അയച്ചു. അതായത് പിന്നീട് സ്വാമിയെക്കുറിച്ചൊരു വിവരമില്ല. ശരി, ഇതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട്. അതായത് ശബരിമല ക്ഷേത്രം ആര് കത്തിച്ചു, എങ്ങനെ തകർത്തു, എങ്ങനെയാണ് 1950 ഈ സന്നിധാനത്ത് ഇത്രയും വലിയൊരു തീപിടുത്തവും അയ്യപ്പ വിഗ്രഹമൊക്കെ അടിച്ചു തകർത്തത് ആരാണ് എന്നതിൽ ഇന്നും വ്യക്തതയില്ല. ഈ 2 റിപ്പോർട്ടും സെക്രട്ടേറിയറ്റിലുണ്ട്. ഇതൊരു തവണ ഈ പറയുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് 57 പിന്നെ സർക്കാർ നിയമസഭയിൽ വെച്ചതാണ്. മറ്റേ റിപ്പോർട്ട് ഇന്നുവരെ വെളിച്ചം കണ്ടിട്ടില്ല. ഇതുവരെ വെളിച്ചം കണ്ടിട്ടില്ലെന്ന് വെച്ചാൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കേശവമേനോൻ്റെ റിപ്പോർട്ടിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊക്കെ അതിപ്പം സെക്രട്ടേറിയറ്റിൻ്റെ ഏതോ ഒരു മൂലയിൽ ഏതോ ഒരു അലമാരിയിൽ ഭദ്രമായി ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. പൊടിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നെറ്റിൽ കിട്ടും, നെറ്റിൽ അവൈലബിൾ ആണ്. കുറേ ഭാഗങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അത് കാലാകാലങ്ങൾക്കിടയിൽ ബുദ്ധിയുള്ള ആരോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പെരുമാറിയപ്പോൾ ആരൊക്കെയോ ഫോട്ടോ എടുത്തത് പുറത്തു വിട്ടതാണ്. ഇതാണ് ശബരിമല തീവെപ്പ് കേസ്.